ഹലോ ഗായ്സ്, വെൽക്കം ടു ടുഡേയ്സ് ഫിസിക്സ് ക്ലാസ്. അപ്പം നമ്മൾ എവിടെയൊക്കെയായിരുന്നു? കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ തൊട്ടാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള. പുറത്തൊക്കെ ഭയങ്കര മഴയാണ്, അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക വിചാരിക്കുന്നു. സ്കൂൾസൊക്കെ ലീവാണ് അല്ലേ? അപ്പം വേണ്ടാണ്ട് ആരും പുറത്തിറങ്ങി കളിക്കാനൊന്നും നിൽക്കണ്ട. കാരണം ഗവൺമെൻറ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ലീവ് തരുന്നത്. സോ നമ്മളും കരുതലുകളൊക്കെ എടുത്ത് സേഫായിട്ട് വീട്ടിലിരിക്കുക. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മുടെ വെലോസിറ്റി എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, കുറേ ഗ്രാഫുകളൊക്കെ പഠിച്ചു. ഇനിയാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. എന്താണ് കൈനമാറ്റിക് ഇക്വേഷൻസ്? അതിനു മുമ്പ് പറയട്ടെ, നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? ഒരു ബേസ് ആയിരുന്നു അല്ലേ? നമ്മൾ 8ലും 9ലും പഠിച്ചതിൽ കുറച്ചും കൂടി ഒരു ഡീപ്പ് അതായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഡൈവ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചാപ്റ്ററിൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ എല്ലാ ആൾക്കാരും എല്ലാ പണികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എന്താണ് കൈനമാറ്റിക് ഇക്വേഷൻസ്? എന്താണ് കൈനമാറ്റിക് ഇക്വേഷൻസ്? പറഞ്ഞേ, എന്താണ്? യെസ്, ഒരു ബോഡിയുടെ മോഷനെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ബോഡിയുടെ മോഷനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണ്? യെസ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെലോസിറ്റി, ടൈം, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവ തമ്മിലുള്ള റിലേഷനാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് വെലോസിറ്റി ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ, അതേപോലെ തന്നെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. ഈ 3 റിലേഷനുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം V is equal to U plus AT, V square is equal to U square plus 2AS, S is equal to UT plus half AT square. ഇതൊക്കെ നമ്മൾ 10ലെ പഠിക്കുന്നതാണ് അല്ലേ? ഇതെങ്ങനെയാണ് കിട്ടിയത് നമുക്ക് അല്ലേ? എങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തത്? അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വെലോസിറ്റി ടൈം റിലേഷനാണ്. വെലോസിറ്റി ടൈം റിലേഷൻ. യെസ്, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. നോക്കൂ, ഒരു ബോഡി, ഒരു കാറ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് അത് ഇവിടെ എത്തി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി അഥവാ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആണ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ? ആ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവുമല്ലോ, അതാണ് U. ഓക്കെ, അതേപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വെലോസിറ്റി U ആവുന്ന സമയത്തുള്ള ടൈം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ടൈം T1 is equal to 0 ആണ്. എന്താണ് ഇത്? ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടെ എത്തി, ഈ ഒരു സ്ഥലത്തെത്തിയപ്പം ഇതിൻ്റെ വെലോസിറ്റി എന്തായി? ആക്സിലറേറ്റഡ് മോഷനിലാണ് അല്ലേ? സോ അതിനെന്തായിരിക്കും? വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുമല്ലോ. സോ അവിടെ എന്തായി? ഫൈനൽ വെലോസിറ്റി എന്തായിട്ട് മാറി? ഫൈനൽ വെലോസിറ്റി എന്തായി? യെസ്, V ആയിട്ട് മാറി. ഫൈനൽ വെലോസിറ്റി എന്തായി? ഫൈനൽ വെലോസിറ്റി V ആയിട്ട് മാറി. ടൈം എന്ന് പറയുന്നത് T. അതായത് ഈ ഇവിടെ നിൽക്കുന്ന ഒരു വണ്ടി T ടൈം സഞ്ചരിച്ചിട്ടാണ്, അല്ലെങ്കിൽ T ടൈമിലാണ് അതിൻ്റെ ഫൈനൽ വെലോസിറ്റി V ആയിട്ട് ഇവിടെ എത്തിയത്. ഓക്കെ, ഇത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് S ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, എന്താണ് ഇതിന് ആക്സിലറേറ്റഡ് മോഷനാണെന്ന് പറഞ്ഞു. സോ അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? പിക്ചർ മനസ്സിലായല്ലോ? നോക്കൂ, കൺസിഡർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ A. അപ്പം ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെ പോവുകയാണ്. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും അല്ലേ? അതിനെയാണ് ഞാൻ U ആയിട്ട് എടുത്തത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈം 0 ആണ്. സോ T1 0 ആക്കി എടുത്തും. കുറച്ചൊരു ദൂരം സഞ്ചരിച്ചു, ആക്സിലറേറ്റഡ് മോഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. സോ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയും V ആയിട്ട് മാറി. ആ V അറ്റൈൻ ചെയ്ത ടൈം എത്രയാണ്? T ടൈമിലാണ് ആ വെലോസിറ്റി V ആയിട്ട് മാറിയത്. സോ അതിൻ്റെ ആക്സിലറേഷൻ A ആയിട്ട് മാറി.
ഓക്കെ, ആക്സിലറേഷൻ എ ആണ്. സോ നമുക്കറിയാം എന്ത്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം ചേഞ്ച് എന്ന് വെച്ചാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. നമ്മൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു, ചേഞ്ച് ഇൻ വെലോസിറ്റി പഠിച്ചു അല്ലേ. സോ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡി ആക്കി എടുക്കുകയാണ് തൽക്കാലം ഡിസ്പ്ലേസ്മെൻറ്റ്. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്തായിരിക്കും പറഞ്ഞേ, എന്തായിരിക്കും, യെസ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്താണ്, യെസ് വി, വി ആണ് ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി അല്ലേ, വി. ഇനീഷ്യലോ, യെസ് യു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്തായിരിക്കും പറഞ്ഞേ, ചേഞ്ച് ഇൻ ടൈം, യെസ്, ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം. ഇനീഷ്യൽ ടൈം 0 അല്ലേ. സോ ടി മൈനസ് 0 എന്താണ്, ടി തന്നെ അല്ലേ. സോ ടി, ഈ ടീനെ ഞാൻ എന്താക്കാണ്, ഈക്വൽ ടു ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറും, യെസ് എ ടി ആവും അല്ലേ. എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ഈ നെഗറ്റീവിനെ യുവിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, യെസ് പോസിറ്റീവ് യു ആയിട്ട് മാറും. സോ എ ടി പ്ലസ് യു ഇസ് ഈക്വൽ ടു വി എന്ന് കിട്ടി. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉണ്ടോ? യെസ്, നമ്മൾ 10ൽ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ. സോ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പക്ഷേങ്കിൽ നമ്മളോട് എക്സാമിന് എന്താണ്, കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ ഗ്രാഫിക്കലി ഡിറൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ മെത്തേഡ് യൂസ് ചെയ്ത് മാർക്ക് കിട്ടില്ല, ഒരു മാർക്ക് പോലും നമുക്ക് കിട്ടില്ല. സോ ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രാഫിക്കൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ വെലോസിറ്റി ടൈം ഗ്രാഫിലെ പറഞ്ഞേ. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, യു ആണ് അല്ലേ. അതായത് യുവിൽ നിന്നാണ് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ യു, ഇത് യു. അപ്പോൾ ഈ യുവിൽ നിന്നാണ് എൻ്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ പോകും ആണല്ലോ. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്, ഇങ്ങനെയായിരുന്നു. കാരണം ഒറിജിനൽ നിന്നല്ലേ, 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെ വരും നമ്മുടെ ഗ്രാഫ്. ഇത് യുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഗ്രാഫ് എന്തായി, യുന്ന് തുടങ്ങും. ഓക്കെ, അതേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ, മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. ആ വി എത്താനെടുത്ത സമയം ടി ആണ്. ഓക്കെ, നോക്കിയേ, നമുക്കറിയാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്, ആലോചിച്ച് പറഞ്ഞേ. നമ്മൾ പഠിച്ചതാണ് ആക്സിലറേഷൻ. അതിനു മുമ്പ് ഒന്നൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഏരിയ ഗ്രാഫ് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരുന്നു? യെസ്, വെലോസിറ്റി ആയിരുന്നു അല്ലേ, വെലോസിറ്റി ആയിരുന്നു. അതിന് ഏരിയ അണ്ടർ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? യെസ്, ആക്സിലറേഷൻ അല്ലേ, ആക്സിലറേഷൻ ആണ്. ഏരിയ അണ്ടർ എന്തായിരുന്നു? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? യെസ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് അല്ലേ. ആക്സിലറേഷൻ ടൈമിൻ്റെ എന്തായിരുന്നു സ്ലോപ്പ് പറഞ്ഞേ, ഓർമ്മിച്ച് പറഞ്ഞേ. യെസ്, വൈ മൈനസ് എക്സ്, അതായത് ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ.
ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരുന്നു എന്ത് സ്ലോപ്പ്. ഏരിയ അണ്ടറോ സോറി സ്ലോപ്പ് ഇല്ല, പറയണ്ടേ, സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. ഏരിയ ആയിരുന്നു എന്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി. സോറി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പഠിച്ചത്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെത് സ്ലോപ്പും വെലോസിറ്റി ഏരിയ ഇല്ല. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ഏരിയ അണ്ടർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന് എന്താണ് സ്ലോപ്പ് ഇല്ല, പകരം ഏരിയ ആയിരുന്നു ഉള്ളത്. അതെന്തായിരുന്നു ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരുന്നു. ഓക്കെ, ഓർമ്മ കിട്ടിയല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? യെസ്, ആക്സിലറേഷൻ അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ആക്സിലറേഷനാണ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ആണ് അല്ലേ, ആക്സിലറേഷൻ. നോക്കൂ ഇവിടുത്തെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ. യെസ്, 0u ഇതെന്താണ് TV അല്ലേ, ഇതല്ലേ ഇവിടുത്തെ കോർഡിനേറ്റ്സ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേടാ? അല്ലേ? ആണ്. അതായത് y2 എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, ഇത് x1 y1 x2 y2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y2 എന്താണ്? യെസ്, v മൈനസ് y1 u ഡിവൈഡഡ് ബൈ x2 എന്താണ്? t മൈനസ് 0. അതായത് v മൈനസ് യു ബൈ ടി അല്ലേ, ആക്സിലറേഷനാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഈ ടിയെ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ സൈഡിലേക്ക് എടുത്താൽ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു കിട്ടും. അതായത് ഈ യുവിനെ ഞാൻ വീണ്ടും എടുക്കുന്നു ഇങ്ങോട്ടേക്ക്. സോ എന്ത് കിട്ടും? യു പ്ലസ് എ ടി ഇസ് ഈക്വൽ ടു വി അല്ലേ, ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. കിട്ടിയില്ലേ? ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. യെസ്, സോ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ത് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയതെന്ന്? ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എന്താണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ടൈം എന്താണ്? 0 ആണ്. അതെന്താണ്? ആക്സലറേറ്റഡ് മോഷനാണ്. സോ വെലോസിറ്റിയിൽ ചേഞ്ച് വരും. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. അപ്പം അതിലെടുത്ത ടൈം എത്രയാണ്? ടി ആണ് അല്ലേ. അപ്പം ആക്സലറേഷൻ വെച്ചാൽ നമുക്ക് എന്താ പറയാം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് അല്ലേ. ചേഞ്ച് കാണുക എങ്ങനെയാണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് അല്ലേ. ഫൈനൽ വെലോസിറ്റി എത്രയാണ് ഇവിടെ? വി മൈനസ് ഇനീഷ്യൽ എത്രയാണ്? യു. സോ വി മൈനസ് യു ആണെന്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതേപോലെ തന്നെ ചേഞ്ച് ഇൻ ടൈമും ടി മൈനസ് 0 അല്ലേ. ടി മൈനസ് 0 എന്ന് വെച്ചാൽ എന്താണ്? ടി തന്നെ. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ ഈ ടീനെ ഞാൻ എന്താക്കാണ്? എയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. സോ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. നെഗറ്റീവിന് യുവിനെ ഞാൻ എന്താണ്? എ ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. സോ നെഗറ്റീവ് മാറി എന്താവും? പോസിറ്റീവായിട്ട് മാറും. സോ നമുക്ക് എങ്ങനെ കിട്ടി? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് ഞാൻ നിർബന്ധം പഠിക്കില്ല. ഓക്കെ, ഈ ഒരു മെത്തേഡ് പഠിക്കണം നിർബന്ധം പഠിക്കില്ല. നിങ്ങൾ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചാൽ മതി. രണ്ടും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് പഠിച്ചാൽ മതി. ഇതാണ് അധികവും ചോദിക്കാറ്. ഓക്കെ, എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ കണ്ടത്? അതായത് നമ്മുടെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫിലെ വെലോസിറ്റി ടൈം ഗ്രാഫിലെ. സോ ഇതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ നിന്നാണ് ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വന്നു. എന്താണ്? ഫൈനൽ വെലോസിറ്റി വി ആണ്, അതിനടുത്ത ടൈം ടി ആണ്. നമ്മുടെ കോർഡിനേറ്റ് രേഖപ്പെടുത്തി 0u, പിന്നെ എന്താണ് ഈ പോയിന്റിലുള്ള എന്താണ്? ടി വി അല്ലേ. നമുക്കറിയാം എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആണ്. സോ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വൈകൾ തമ്മിൽ കുറയ്ക്കുക അല്ലേ, അതിനെ എക്സുകൾ തമ്മിൽ കുറച്ചത് വെച്ചിട്ട് ഹരിക്കുക അല്ലേ. അതായത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. y2 എന്തായിരുന്നു ഇവിടെ? യെസ്, വി ആണ്. y2 y1 യു ആണ്. സോ നമ്മൾ എന്ത് ചെയ്ത്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി മൈനസ് 0. അതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത അല്ലേ, ഇവിടം തൊട്ട് സ്റ്റെപ്പ് എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ടീനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു, യുവിനെ ഇതേപോലെ എടുത്തു. നമുക്ക് എന്ത് കിട്ടി? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് കിട്ടി. ഓക്കെ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ ഡെറിവേഷൻ തൊട്ടാണ് ഫിസിക്സ് പല കുട്ടികൾക്കും എന്താണ് ടഫായി തുടങ്ങുക. ഒന്നും പഠിക്കണ്ട, എഴുതി പഠിക്കുക. അത് തന്നെ, വേറൊരു മാർഗ്ഗവും ഇല്ല. ബൈ ഹാർട്ട് ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത്. ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ ഇവിടെ പോസിറ്റീവായിരുന്നോ
നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള കൺഫ്യൂഷൻ വരും. എഴുതി അങ്ങ് തറവാക്കുക, അതന്നെ, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഓക്കെ, ഏതായാലും നനയാൻ അല്ലേ, നനഞ്ഞു, ഇനി കുളിച്ച് കയറുക, അതന്നെ. സോ എഴുതി പഠിക്കുക, അതേ ഒരു മാർഗ്ഗമുള്ളൂ. ഓക്കെ, അങ്ങനെ വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ കണ്ടെത്തി. V = U+AT. നെക്സ്റ്റ് ആണെന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ? ഇതിനെ പൊസിഷൻ ടൈം റിലേഷൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. പൊസിഷൻ ടൈം റിലേഷൻ എന്നും വിളിക്കാറുണ്ട്. നോക്കൂ, നേരത്തെ തന്നെ ഒരു മാറ്റവും ഇല്ല. വീണ്ടും പിക്ചറൊന്നും വരയ്ക്കേണ്ട വിചാരിക്കുന്നു, വേണ്ടല്ലോ, പിക്ചർ വീണ്ടും വരയ്ക്കുന്നില്ല. നോക്കൂ, കൺസിഡർ ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ യൂണിഫോം ആക്സിലറേറ്റഡ് എ. ലെറ്റ് u be the initial velocity. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ടൈം അറ്റ് ടൈം t0. ഇനീഷ്യൽ ടൈം എന്താണ്, t1 എന്ന് പറയുമ്പോൾ 0 ആണ്. v be the ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്താണ്, v ആണ്. എന്താണ് അറ്റ് ടൈം t അല്ലേ, t2 ഫൈനൽ ടൈം എന്ന് വെച്ചാൽ t ആണ്. ആക്സലറേഷൻ എന്താണ്, a ആണ്. ഓക്കെ, നമുക്കറിയാം എന്തറിയാം, ഏവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ. സോ ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ v+u/2 അല്ലേ, ആണോ? പറയൂ, ആണോ? പറഞ്ഞേ. ഇപ്പം എന്താണ്, 2, 4, 6, 8, 10 ഈ സംഖ്യകളുടെ ഏവറേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? യെസ്, ഇത് ഫുൾ ആഡ് ചെയ്യും അല്ലേ. ഇതിൻ്റെ സമ്മ് കാണും, ഡിവൈഡ് ബൈ ഇത് എത്ര എണ്ണം ഉണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇതിപ്പോൾ എത്ര എണ്ണം, 5 വെച്ച് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കണ്ടു, 2 വെലോസിറ്റി നമുക്കുണ്ട്, ഫൈനലും ഇനീഷ്യലും. അതിൻ്റെ സമ്മ് കണ്ട് എത്ര വെലോസിറ്റി ഉണ്ടോ അതിൻ്റെ ടോട്ടൽ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ആവറേജ് കിട്ടിയില്ലേ. ഓക്കെ, ഇവിടെ നോക്കൂ, ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ അല്ലേ, രണ്ടും ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ആണ്. സോ നമുക്ക് ഇത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. സോ നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. S/T = v+u/2 ആണല്ലോ. ഈ 2നെ ഞാൻ എന്താണ് ഇവിടേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് എന്ത് കിട്ടും, 2s/T = v+u. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എന്തായിരുന്നു പഠിച്ചത്? നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു, v = u+AT അല്ലേ. യെസ്, സോ ഈ വിയുടെ സ്ഥാനത്ത് ഞാൻ എന്താക്കാണ്, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും, 2s/T = u+AT+u. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ v+u എന്ന് എഴുതിയാലും u+v എന്ന് എഴുതിയാലും സെയിം അല്ലേ. അതായത് ഇപ്പോൾ 2+3 എഴുതിയാലും 3+2 എഴുതിയാലും ആൻസർ എന്താണ്, 5 തന്നെയല്ലേ കിട്ടുക. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഞാനിതിന് എന്താക്കാണ്, u+v എന്ന് എഴുതാൻ പോവാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ എന്താവും, u+AT എന്നായിട്ട് മാറില്ലേ, മാറും. u+u എന്താണ്, 2u ആണ് അല്ലേ. 1+1 2 ആണ്. അതേപോലെ തന്നെ u+u എന്താണ്, 2u ആണ്, 2u+AT. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇക്വേഷൻ ഫുള്ളായിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 2s/T / 2 = സോ അതിന് മുമ്പ് ഞാൻ എന്താക്കുകയാണ്, കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ടീനെ ഞാൻ എന്താക്കുകയാണ്, ഈ ഭാഗത്തേക്ക് എടുക്കുകയാണ്. സോ 2s = എന്ത് കിട്ടും, T × 2u+AT. ഓക്കെ, രണ്ടാക്കും T ഇട്ട് കൊടുത്തേ, എന്ത് കിട്ടും, 2ut+AT² അല്ലേ. T × T എന്താണ്, T² അല്ലേ. സോ AT² കിട്ടി. ഇനി എന്താക്കാണ്, ത്രൂ ഔട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 2s/2 = 2ut/2 +AT²/2. ഈ 2 ക്യാൻസൽ ആവും, ഈ 2 ക്യാൻസൽ ആവും. നമുക്കറിയാം എന്ത്,
x/2 എന്ന് വെച്ചാൽ എന്താണ് 1/2x അല്ലേ അല്ലേ x/2 എന്ന് വെച്ചാൽ 1/2x ആണ്. അങ്ങനെയാണെങ്കിൽ at²/2 എന്തായിരിക്കും യെസ് 1/2 at² ആയിരിക്കില്ലേ ആയിരിക്കും. സോ നമുക്ക് s is equal to ut plus half at². is equal to ut plus half at². ഇതാണെന്ത് നമ്മുടെ രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ, പൊസിഷനും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, s is equal to ut plus half at². ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്കിത് അറ്റൈൻ ചെയ്തെടുക്കണ്ടേ? എങ്ങനെയാണ് കിട്ടുക നോക്കാം. വീണ്ടും നമ്മൾ യൂണിഫോം വെലോസിറ്റിയുടെ ആക്സലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇവിടെ നിന്ന് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യും. ഇത് അറ്റൈൻ ചെയ്ത ടൈമിൽ t. ഓക്കെ, ഇതെന്താണ്? ഇതിന് ഞാൻ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ താഴ്വശത്തുള്ള എന്താണ് ഷേപ്പിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഒരു ഷേപ്പ് ഇത് അല്ലേ, ഒരു ഷേപ്പ് അതും വേറൊരു ഷേപ്പ് ഇതും. രണ്ട് ഷേപ്പ് കാണാൻ കഴിയുന്നില്ലല്ലോ? ഉണ്ട്. സോ എന്താണ് ഫസ്റ്റത്തെ ഏരിയ, സെക്കൻഡത്തെ ഏരിയ, അതായത് ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഏരിയ 1 പ്ലസ് ഏരിയ 2 ആയിരിക്കുമല്ലോ അല്ലേ? ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഏരിയകളിലെയും സം ആയിരിക്കും. ഓക്കെ, ഇതെന്താണ് ഫൈനൽ വെലോസിറ്റി v ആണേ. നോക്കൂ, ഇത് ഫുൾ എന്താണ് v ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് u ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം എത്രയായിരിക്കും? യെസ്, v മൈനസ് u ആയിരിക്കും അല്ലേ? മനസ്സിലാവും എങ്ങനെയാണ് വന്നതെന്ന്? ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നോക്കിക്കേ, ഇതെന്താണ്? ഇത്രയും യു ആണല്ലോ, ഇത്രയും യു ആണ്, ഇത്രയും വി ആണല്ലോ അല്ലേ? ഇത്രയും വി ആണ്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് യു ആണ്. അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? വി മൈനസ് യു ആയിരിക്കുമല്ലോ. മനസ്സിലായോ നിങ്ങൾക്കതെങ്ങനെയാണ് വന്നതെന്ന്? അതായത് ഈ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് 5 ആണ്, ഇത്രയുള്ള ലെങ്ത്ത് 3 ആണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് എത്രയായിരിക്കും? 5 മൈനസ് 3 ആയിരിക്കില്ലേ? അതേപോലെ തന്നെയാണ് ഇത് വന്നത്. ഈ ഒരു ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് വി ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? യു ആണ്. സോ ഈ ഒരു ലെങ്ത്ത് എന്തായിരിക്കും? വി മൈനസ് യു ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ഏരിയ 1. ഏരിയ 1 എന്ന് പറയുമ്പം ഏരിയ 1 എന്താണ്? ഈ ഒരു ഏരിയ അല്ലേ? എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? എന്താണ് ലെങ്ത്? എന്താണ് ഇവിടെ? യു ഇൻറ്റു ടി. ഏരിയ 1 എന്ന് പറയുമ്പോൾ യു ടി. ഏരിയ 2 എന്താണ്? ട്രയാങ്കിൾ ആണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ? ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലടോ? ആണ്. സോ അതെന്താണ്? ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് അല്ലേ? ഇതാണ് ബ്രെഡ്ത്ത്. എന്താണ് ഇത്? ടൈം അല്ലേ? ടി വരും. ഇതെന്താണ്? ഇതാണ് നമ്മുടെ ഹൈറ്റ്. എന്താണ്? വി മൈനസ് യു. സോ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി. ഓക്കെ, ഇനി എന്താക്കാണ്? നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. ആണല്ലോ? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. സോ ഈ യുവിനെ ഞാൻ ഇങ്ങോട്ട് എടുത്താൽ എന്താവും? വി മൈനസ് യു കിട്ടും അല്ലേ? വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? വി മൈനസ് യു അല്ലേ? ഈ വി മൈനസ് യുവിന് പകരം എനിക്ക് ഈ എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ചെയ്യാം. സോ എന്ത് കിട്ടും നമുക്ക്?
ഒന്ന് മായ്ക്കുകയാണേ. സൈഡോട്ട് എഴുതരാം. v മൈനസ് യു ഇസ് ഈക്വൽ ടു AT. സോ ഈ v മൈനസ് യുവിന് ഞാൻ AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് കിട്ടും? ഹാഫ് AT ഇൻറ്റു ടി. ടി ഇൻറ്റു ടി എന്താണ്? ടി സ്ക്വയർ അല്ലേ? സോ എന്ത് കിട്ടും? ഹാഫ് AT സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ 1 UT പ്ലസ് ഏരിയ 2 എന്താണ്? ഹാഫ് AT സ്ക്വയർ. നമുക്കറിയാം എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ എന്താണ്? യെസ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. കിട്ടിയില്ലേ? ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയെന്ന്? എങ്ങനെയായിരുന്നു കിട്ടിയത് നോക്കൂ. നമുക്കറിയാം എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി. നമുക്കറിയാം ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ? ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. കൂടാതെ നമുക്ക് എന്താ അറിയാം? ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റിയിൽ രണ്ട് വെലോസിറ്റികളുടെ സമ്മ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈമാണ്. 2 ആണ്. അതായത് v പ്ലസ് യു ബൈ 2 ആണ് ഏവറേജ് വെലോസിറ്റി. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ എസ് ബൈ ടി ഇസ് ഈക്വൽ ടു v പ്ലസ് യു ബൈ 2. ഇത് 2 എന്താണ്? ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു. എനിക്ക് എന്ത് കിട്ടി? 2s ബൈ ടി ഇസ് ഈക്വൽ ടു v പ്ലസ് യു കിട്ടി. ഈ v പ്ലസ് യുവിനെ ഞാൻ എന്താക്കി? u പ്ലസ് v എന്നുള്ള രീതിയിൽ എഴുതി. ഈ ടീനെ ഞാൻ എന്താക്കി? എന്നിട്ട് ഈ ഭാഗത്തായിട്ട് എടുത്തു അല്ലേ? v എന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം? u പ്ലസ് AT എന്നറിയാം. സോ ഞാനത് പുട്ട് ചെയ്തു. യു എന്താവും? 2u ആയിട്ട് മാറും. 2s ബൈ ടി ഇസ് ഈക്വൽ ടു 2u പ്ലസ് AT. ഈ ടീനെ ഞാൻ എന്താക്കി? ഈ ഒരു സൈഡിലേക്ക് എടുത്തു. സോ 2s ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 2u പ്ലസ് AT വന്നു. ടി രണ്ടാക്കിട്ട് കൊടുക്കുകയാണ്. സോ എന്ത് കിട്ടും? 2s ഇസ് ഈക്വൽ ടു 2ut പ്ലസ് AT സ്ക്വയർ കിട്ടും. ആണല്ലോ. ഇനി ആ ഇക്വേഷൻ ത്രൂ ഔട്ട് ഞാൻ എന്താണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടി എനിക്ക്? യെസ്, 2s ബൈ 2 ഡിവൈഡ് ബൈ 2ut ബൈ 2 പ്ലസ് AT സ്ക്വയർ ബൈ 2 അല്ലേ? ഈ എസിൻ്റെ ഈ 2 2 വെട്ടിപ്പോൾ, ഈ 2 വെട്ടിപ്പോൾ. എനിക്ക് എന്താക്കാം? എക്സ് ബൈ 2ന് 1 ബൈ 2 ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ AT സ്ക്വയർ ബൈ 2നെ എനിക്ക് എങ്ങനെ എഴുതാം? 1 ബൈ 2 AT സ്ക്വയർ എന്ന് എഴുതാം. സോ എന്താക്കി? എനിക്ക് അവസാനം എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നോക്കി, നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? യെസ്, നമുക്കറിയാം. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫിലുള്ള യൂണിഫോം ആക്സിലറേഷൻ മോഷൻ്റെ ഗ്രാഫ് വരച്ചു. അപ്പോൾ നമുക്ക് 2 ഏരിയാസ് കിട്ടി. ഒരു ട്രയാങ്കിളും കിട്ടിയും ഒരു റെക്റ്റാങ്കിളും കിട്ടി. ഇനി ഇവയുടെ ഏരിയാസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ. ഏരിയാസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടി? ഏരിയ 1 എന്തായിരുന്നു? ഒരു റെക്റ്റാങ്കിൾ ആയിരുന്നു. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് UT കിട്ടി. ഏരിയ 2 എന്താണ്? ഒരു ട്രയാങ്കിളാണ്. സോ ഹാഫ് BH വെച്ച് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു VU മൈനസ് ടി. നമുക്കറിയാം v ഇസ് ഇക്വൽ ടു u പ്ലസ് AT ആണ്. അങ്ങനെ ആകുന്ന സമയത്ത് ആ യുവിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? v മൈനസ് യു ഇസ് ഈക്വൽ ടു AT കിട്ടും. ഇവിടെ എന്താണ്? v മൈനസ് യു ആണുള്ളത്. സോ നമുക്ക് ആ AT എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് AT സ്ക്വയർ കിട്ടും. ഓക്കെ, ഇനി 2 ഏരിയയും കൂടി ഞാൻ സം ചെയ്യാണ്. സോ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്ക് വി നോ ദാറ്റ് എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും സ്ലോപ്പ് ആയിരിക്കും. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. മനസ്സിലായല്ലോ? എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. പൊസിഷൻ എന്നും വിളിക്കാം കേട്ടോ. വെലോസിറ്റി പൊസിഷൻ റിലേഷൻ എന്നും വിളിക്കാം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ നോക്കാം എങ്ങനെയാണ് കിട്ടുകയെന്ന്. Moving along a straight line with uniform acceleration A, let u be the initial velocity, v be the final velocity, and s be the displacement. Okay. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് s ആണ്, ആക്സിലറേഷൻ എന്താണ്? a ആണ്. ഓക്കെ, കണ്ടുപിടിക്കാം. നമുക്കറിയാം ഏവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് അല്ലേ? ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്.
സോ ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞേ? നമ്മൾ നേരത്തെ കണ്ടു വി പ്ലസ് യു ബൈ 2 ആണല്ലോ. സോ ഇസ് ഈക്വൽ ടു എസ് ടി നമുക്ക് എഴുതാം. ഈ 2നെ ഞാൻ എന്താണ് സൈഡിലേക്ക് എടുക്കുകയാണ്. സോ വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2s/t കിട്ടും ആണല്ലോ. എനിക്കറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന്. സോ ഈ യുവെ ഞാൻ എടുക്കുന്ന സമയത്ത് വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എനിക്ക് കിട്ടി. ഇത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും ഇതിന് രണ്ടാമത്തെ ഇക്വേഷനും ഞാൻ എടുത്തു. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ആക്കി എടുത്തു. ഈ ഒന്നും രണ്ടും തമ്മിൽ ഞാൻ എന്താക്കുകയാണ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും നമ്മൾ എന്താക്കുകയാണ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഇസ് ഈക്വൽ ടു 2st ഇൻറ്റു എ ടി. ഓക്കെ, വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2s/t ഒന്നാക്കിയിട്ടും വി മൈനസ് യു ഇസ് ഈക്വൽ ടു 8 രണ്ടാക്കിയിട്ടും എടുത്തു. ആ രണ്ട് ഇക്വേഷനും തമ്മിൽ ഞാൻ എന്താക്കി മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതെന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോമാറ്റിലാണല്ലോ. ആണല്ലോ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു നമുക്ക് എന്ത് കിട്ടും? യെസ്, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ കിട്ടും അല്ലേ. ഇസ് ഈക്വൽ ടു ഈ ടിയും ടിയും കട്ടായി പോവില്ലേ, 2as 2sa എന്ന് എഴുതാം. പറയാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 2as ആക്കിയിട്ട് എടുക്കുന്നു. ഓക്കെ ഓക്കെ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ യു സ്ക്വയറിനെ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് കിട്ടും. ഇതാണെന്ത് എൻ്റെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഗ്രാഫിക്കലിൽ കൂടെ കണ്ടുപിടിക്കണ്ടേ? ഇനി ഗ്രാഫിക്കലിലൂടെ നോക്കാം. എൻ്റെ ഒരു ഗ്രാഫ് വരച്ചു. ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ്. ഓക്കെ, ടൈം ടി. ഇവിടെ എൻ്റെ ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഷേപ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ട്? എവിടെയെങ്കിലും കണ്ടതായിട്ട്? ഷേപ്പിൻ്റെ പേര് അറിയുമോ നിങ്ങൾക്ക്? അറിയാവോ? നോക്കൂ, നോക്കിയോ, ഇത് രണ്ടും എന്താണ് പാരലൽ സൈഡ്സ് ആണ് അല്ലേ. രണ്ട് പാരലൽ സൈഡ്സ് വരുന്ന ഷേപ്പിൻ്റെ പേര് പറഞ്ഞേ. രണ്ട് പാരലൽ സൈഡ് വരുന്ന ട്രിപ്പീസിയം. യെസ്, ലംബകം എന്നൊക്കെ മലയാളത്തിൽ പറയും. ട്രിപ്പീസിയം എന്തായിരിക്കും? രണ്ട് സൈഡ് എന്തായിരിക്കും? എന്താണ്? യെസ്, പാരലൽ ആണ് അല്ലേ. ഒരു ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞേ, ഒരു ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് അല്ലേ എന്തൊരു ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ അല്ലേ? യെസ്, ഇവിടുത്തെ രണ്ട് പാരലൽ സൈഡ്സ് ആണെന്ത്? എ പ്ലസ് ബി എന്ന് പറയുന്നത് പാരലൽ സൈഡ്സ് ആണ്. ഈ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ് ആണെന്ത്? എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ പാരലൽ സൈഡ്സ് യു, ഇതെന്താണ് വി. അപ്പോൾ യുവും വി ആണ് നമ്മുടെ ഇവിടുത്തെ പാരലൽ സൈഡ്സ് എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ടി. ഓക്കെ, എച്ച് ഇതല്ലേ ഇത്. സോ അതുകൊണ്ടാണ് ഇതിനെ ടൈം എന്ന് വിളിച്ചത്, ഹൈറ്റിനെ. ഓക്കെ, സോ നമുക്കിനി കാണാം എന്താണ് ഏരിയ. ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രിപ്പീസിയം. ഓക്കെ, ഏരിയ ഓഫ് ട്രിപ്പീസിയം. ഏരിയ ഓഫ് ട്രിപ്പീസ് നമ്മൾ എങ്ങനെയാണ് കാണുക? യെസ്, ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണല്ലോ. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? യെസ്, യു പ്ലസ് ബി. യു പ്ലസ് വി. വി ഇൻറ്റു എച്ച് എന്താണ്? ടി. ടി. ഓക്കെ, നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. സോ വി മൈനസ് യു ബൈ എ ഇസ് ഈക്വൽ ടു ടൈം എന്ന് കിട്ടൂലേ. ഈ യുവിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, എയിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. യു എന്താവും? ഇങ്ങോട്ട് വരുന്ന സമയത്ത് നെഗറ്റീവ് ആവും. മൾട്ടിപ്ലൈ അല്ലേ, ഇൻറ്റു എ എന്താവും? ഡിവൈഡഡ് ബൈ എ ആയിട്ട് മാറും. സോ വി മൈനസ് യു ബൈ എ എന്ത് കിട്ടി? ടൈമാണെന്ന് കിട്ടി. സോ ഈ ടൈമിന് ഞാൻ എന്താക്കുകയാണ്? ഇത് പുട്ട് ചെയ്യാണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു ടിക്ക് പറഞ്ഞാൽ എന്താണ്?
വി മൈനസ് യു ബൈ എ പുട്ട് ചെയ്തു. ഓക്കെ, നോക്കൂ, ഇതെന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് വി ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഈ 2നെയും എനെയും ഞാൻ ഈ ഒരു സൈഡിലേക്ക് എടുക്കുകയാണ്. നമുക്ക് സോ എന്തെനിക്ക് കിട്ടും? 2as ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി. എന്ത് കിട്ടി? യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് വി സ്ക്വയർ ആണ്. സോ എന്ത് കിട്ടി? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇതിന് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനെ മാറ്റിയിട്ട് വി പ്ലസ് യു എന്ന് എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, എവിടെയൊക്കെയാണ് എഴുതിയത് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വി പ്ലസ് യു എന്ന് എഴുതാം. എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വി പ്ലസ് യു അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പം വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിനങ്ങോട്ട് എടുക്കുന്ന സമയത്ത് യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. കിട്ടിയില്ലേ ഗായ്സ്? യെസ്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എങ്ങനെയാണ്? ഒരു പ്രാവശ്യം കൂടി നോക്കാം നമുക്ക്. ഏവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണെന്നറിയാം. മാത്രമല്ല വി പ്ലസ് യു ബൈ 2 ആണെന്നറിയാം. 2 എന്താ? എസ് ബൈ ടിയുടെ ഭാഗത്തേക്ക് എടുക്കുകയാണ് 2. സോ വി പ്ലസ് യു ഇസ് ഈക്വൽ ടു 2s/t കിട്ടും. നമുക്കറിയാം എന്ത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. സോ ആ ഇക്വേഷനിൽ നമുക്ക് എനിക്ക് എന്ത് കിട്ടും? വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഇസ് ഈക്വൽ ടു 2s/t ഇൻറ്റു എ ടി എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ അതേ ഫോർമാറ്റിൽ നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? സോ എന്ത് കിട്ടി? ഈ ടിയും വെട്ടിപ്പോവും. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as നമുക്കങ്ങനെ ഫൈനൽ കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെയുള്ള എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഈ ഒരു 2 പാരലൽ സൈഡ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് അല്ലേ? 2 പാരലൽ സൈഡ്സ് ആണ്. സോ 2 പാരലൽ സൈഡ്സ് ഉള്ള എന്താണ് ഒരു ഷേപ്പിൻ്റെ പേരാണ് ട്രിപ്പീസിയം. സോ ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ ഈക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഈ 2 പാരലൽ സൈഡ്സ് തമ്മിലുള്ള സം അല്ലേ? എച്ച് എന്താണ്? ആ 2 പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഹൈറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ എ പ്ലസ് ബി എന്ന് പറയുന്നത് വി പ്ലസ് യു ആണ്. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്താക്കണം? മാറ്റിയെടുത്തരാം. ഇത് വിയും അല്ല, ഇത് യു, ഇത് വി. ഓക്കെ, ഇതെന്താണ്? ഇത് നിങ്ങൾ ബിയും ഇത് എയും ആക്കി എടുത്തോ. സോറി, നേരെ തിരിച്ചെടുത്തോ. ഓക്കെ, ഇത് എയും ഇത് ബിയും ആക്കി എടുത്തോളൂ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ വി പ്ലസ് യു കിട്ടുമല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു ടി. സോ എന്താണ്? ടിക്ക് ഞാൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്? എന്ത്? വി മൈനസ് യു ബൈ എ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഈ ഹാഫും എയും എന്താണ്? ഈ ഭാഗത്തേക്ക് എടുക്കുകയാണ്. സോ എനിക്കെന്ത് കിട്ടി? 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു സ്ക്വയറിന് ഞാൻ 2asൻ്റെ ഭാഗത്ത് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയതെന്ന്? സോ നമ്മൾ 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മുടെ പഠിച്ച 3 ഇക്വേഷൻസ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണല്ലോ. യെസ്, ഇത് 3 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോവുക. ഡിറൈവ് ചെയ്യുന്നില്ലെങ്കിൽ ഇക്വേഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, പ്രോബ്ലംസിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണിത്. ഓക്കെ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഒരു പാട്ട് പോലെ പാടി അങ്ങ് പഠിച്ചോ.
ഓക്കെ, അടുത്ത ആളാണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആ പേര് തന്നെ ഉണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു വണ്ടി ഞാൻ എന്താണ് ഒരു 50 km/h സ്പീഡിൽ പോവാണ്. പെട്ടെന്ന് ഇവിടെ ഞാൻ എന്താണ് ഒരാളെ കണ്ടു, എന്താണ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചൊരു സമയത്ത് അത് അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് നിൽക്കുള്ളൂ അല്ലേ. അത് ഏത് വണ്ടി ആയിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓട്ട മത്സരത്തിന് വരികയാണെങ്കിൽ സ്പീഡിൽ ഓടി വരുന്ന ഒരാൾ പെട്ടെന്ന് അവിടെ സഡനായിട്ട് നിൽക്കാൻ വിചാരിച്ചാൽ നിൽക്കുമോ? ഇല്ല, കുറച്ച് മുന്നോട്ട് ഓടിയതിന് ശേഷം മാത്രമേ നിൽക്കുള്ളൂ. അപ്പം എന്താണ് ഞാനിവിടെ ഓടിച്ച് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിന്നത് എന്താണ്? ഇവിടെയാണ്, ഇയാളുടെ തൊട്ട് മുമ്പിലാണ് വണ്ടി പോയി നിന്നത്. സോ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? യു ആണ്, ടൈം ടി ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ വി = 0. അതായത് എന്തായി? വണ്ടി സ്റ്റോപ്പായി. ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും വണ്ടി എന്തുമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടോ, എന്തുമാത്രം ഡിസ്റ്റൻസ് മുന്നോട്ട് പോകുന്നുണ്ടോ, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും എന്തുമാത്രം ഡിസ്റ്റൻസ് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടോ ആ ഡിസ്റ്റൻസ് ആണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതെന്താണ് നമുക്ക് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ആക്സിഡൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു കാൽക്കുലേഷനും ഇല്ലാതെ ഓടിച്ചാൽ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇയാളെയും തട്ടിയിട്ട് അങ്ങ് പോവും. സോ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. ഓക്കെ, നോക്കൂ, വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ഓൺ വെഹിക്കിൾസ് ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് വെഹിക്കിൾ ട്രാവൽസ് ബിഫോർ സ്റ്റോപ്പിംഗ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും എന്തുമാത്രം ഡിസ്റ്റൻസ് ആ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. = u²/2a. എങ്ങനെയാണ് കിട്ടിയത്? v = u + at. v² = u² + 2as. s = ut + ½ at². ഇതിൽ ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്താലും നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ആൾക്കാരെ കിട്ടും, അല്ലെങ്കിൽ ഇക്വേഷൻ കിട്ടും. ടൈം നമുക്കറിയില്ല, നമുക്ക് അതുമല്ല, ഇതിലെന്താണ് ഇതിലും ടൈം ഉണ്ട്. സോ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ v² = u² + 2as. ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. v² = u² + 2as അല്ലേ, 2as. v എന്താണ്? ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. സോ 0 = u² + 2as. u² ഞാൻ എടുക്കുന്നു ഇങ്ങോട്ടേക്ക്. എന്ത് കിട്ടി നമുക്ക്? എന്ത് കിട്ടി? -u² = 2as. സോ എന്ത് കിട്ടി? u² ആണ് അല്ലേ. സോ u² = 2as. സോ s = u²/2a. s = u²/2a. ഇതാണ് എന്ത് നമ്മുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. s = u²/2a. ഓക്കെ, s = u²/2a. എന്താണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടും ഒരു വണ്ടി എന്തുമാത്രം ദൂരമാണോ മുന്നോട്ട് പോകുന്നത് ആ ഡിസ്റ്റൻസ് ആണെന്ത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വണ്ടി സ്റ്റോപ്പ് ആയെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആയിരിക്കും. v 0 ആയിരിക്കും. ഓക്കെ.